നെക്സ്റ്റ് നമുക്ക് നോക്കാം സ്ട്രാറ്റജീസ് ടു റെഡ്യൂസ് ഫോർഗെറ്റിംഗ്. എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം ഈ ഫോർഗെറ്റിംഗ്, നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? കാരണം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? ഓർത്തിരിക്കണം അല്ലെ? പഠനത്തിലാണെങ്കിലും ബാക്കി കാര്യത്തിലാണെങ്കിലും ഓർമ്മ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് അല്ലേ? അപ്പം എന്താണ് ഇതിനെ കുറയ്ക്കാൻ, മറന്നു പോകുന്നത് കുറയ്ക്കാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? ഒന്ന് സ്പേസ് റിപ്പീറ്റേഷൻ. നമ്മൾ പലവട്ടമായിട്ട് പറഞ്ഞു. എന്താ സ്പേസ് റിപ്പീറ്റേഷൻ? റെഗുലർ ഇന്റർവെൽസിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു മെമ്മറിയെ റിട്രീവ് ചെയ്യാൻ ശ്രമിക്കണം. ഇൻഫർമേഷനെ നമ്മൾ റിട്രീവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാലേ ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യത്തുള്ളൂ? സ്ട്രോങ് ആവത്തുള്ളൂ, നമ്മുടെ മെമ്മറി സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്പേസ് റിപ്പീറ്റേഷൻ ഈസ് എ ലേണിംഗ് ടെക്നിക് വെർ യു റിവ്യൂ മെറ്റീരിയൽ അറ്റ് ഇൻക്രീസിംഗ് ഇന്റർവെൽസ്. This strategy helps strengthen the memory traces by spreading out learning sessions over time. It's like revisiting a familiar place. Each time you visit, you remember more details and strengthen your association with the location. അതായത് ഓരോ തവണ നമ്മൾ അതിനെ എന്ത് ചെയ്യുമ്പോഴും, നമ്മൾ അതിനെ റിട്രീവ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ റിഹേഴ്സ് ചെയ്യുമ്പോഴും എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആ ഒരു മെമ്മറിയെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാണ്. അപ്പം സ്പേസ് റിപ്പീറ്റേഷൻ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ? മെമ്മറി റീറ്റെയിൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ടു റെഡ്യൂസ് ഫോർഗെറ്റിംഗ്. നെക്സ്റ്റ് എന്താണ്? ഇലോബറേഷൻ. ഇലോബറേഷൻ എന്താ ചെയ്യുന്നത്? ഇലോബറേഷൻ ഇൻവോൾവ്സ് കണക്ടിങ് ന്യൂ ഇൻഫർമേഷൻ ടു എക്സിസ്റ്റിംഗ് നോളേജ് ആൻഡ് ക്രിയേറ്റിംഗ് മീനിങ്ഫുൾ റീഷൻ. അതായത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളോട് പുതിയ കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക. ഇത് കണക്ട് ചെയ്ത് പഠിക്കാൻ നമ്മൾ എല്ലായിടത്തും കേട്ടിട്ടുണ്ട് അല്ലേ? പേരൻസ് ഒക്കെ നമ്മളോട് പറയാറുണ്ട് കണക്ട് ചെയ്ത് പഠിക്കുക, കണക്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നുണ്ട്. എന്താ അത്? ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളോട് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് എന്ത് ചെയ്യും? കണക്ട് ചെയ്യും, അറ്റാച്ച് ചെയ്യും. എന്നിട്ട് എന്താണ്? അതൊരു ഹോൾ ആയിട്ടാണ് ഇപ്പൊ കാണുന്നത്. ഓക്കെ, ഇതിന്റെ റീസൺ ഇതാണ്, ഇതുകൊണ്ട് ഇതിന്റെ റീസൺ ആണ്, നമ്മൾ ഇപ്പൊ പഠിച്ചത് അതിന്റെയും കൂടെ അങ്ങ് ചേർത്തു. അപ്പൊ എന്താ? ഇതെല്ലാം ഒരു ഹോൾ ആയി. ഓക്കെ, സോ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് ഓർത്തെടുക്കാൻ എളുപ്പമുണ്ട്. മൂന്നാമത്തെ മെത്തേഡ് എന്താണ്? ന്യൂമോണിക് ഡിവൈസസ്. ന്യൂമോണിക് ഡിവൈസസ് ആർ ടെക്നിക്സ് യൂസ്ഡ് ടു ഇംപ്രൂവ് മെമ്മറി ബൈ ക്രിയേറ്റിംഗ് വിവിഡ് അസോസിയേഷൻസ് ബിറ്റ്വീൻ ന്യൂ ഇൻഫർമേഷൻ ആൻഡ് എക്സിസ്റ്റിംഗ് നോളജ്. ഇപ്പൊ പറഞ്ഞു തന്നെ വേറൊരു രീതിയിലാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ അസോസിയേഷൻസ് ഉണ്ടാക്കുവാണ്. ഓക്കെ, ദീസ് ഡിവൈസസ് ക്യാൻ ഇൻക്ലൂഡ് എക്രോണിംസ്, റൈംസ് ഓർ വിഷ്വൽ ഇമേജിനറി. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ ഷോർട്ട് ഫോംസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരു പാട്ട് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇതിനൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇമേജ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആണ്. നമ്മളിപ്പോൾ ഒരു കാര്യത്തിന്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്താൽ അതൊരു 1000 times മോർ പവർഫുൾ ആണെന്നാണ് പറയുന്നത് വേർഡ്സിനേക്കാളും. സോ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് എന്ത് ചെയ്യാം? നമുക്ക് അത് ഓർത്തിരിക്കാൻ എളുപ്പമാകാം, അല്ലെങ്കിൽ മറക്കാൻ പാടാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മെമ്മറി ഡിസോർഡേഴ്സ് ആണ്. മെമ്മറി ഡിസോർഡേഴ്സ് രണ്ട് തരമാണ് ബേസിക്കലി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് ന്യൂറോജനിക്കും, മറ്റേത് സൈക്കോജനിക്കും. ന്യൂറോജനിക് ഡിസോർഡേഴ്സ് എന്താണ്? These memory disorders are caused by underlying neurological conditions such as brain injury, stroke or neurodegenerative diseases. എന്താണ്? ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ കൊണ്ട്, ന്യൂറോളജിക്കൽ എന്ന് പറയുന്നത് തന്നെ ബ്രെയിൻ റിലേറ്റഡ് ആയി അല്ലേ? സോ സ്പെഷ്യൽ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് കാരണം, ബ്രെയിൻ ഇഞ്ചുറി കാരണം വരുന്ന എന്താ പറയാ മെമ്മറി ലോസസ് ആണ് എന്ത്? ന്യൂറോജനിക് മെമ്മറി ഡിസോർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താ? ബ്രെയിൻ ഇഞ്ചുറി കൊണ്ടോ, അല്ലെങ്കിൽ സ്ട്രോക്ക് വരുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് വരുന്നതുകൊണ്ടോ ആവാം. They can result in impaired encoding, storage or retrieval of information, leading to difficulties in recalling memories. അപ്പോൾ ഇതെന്താണ്? മെമ്മറി ചെയ്യുന്ന ആ മൂന്ന് പ്രോസസ്സിൽ ഏത് പ്രോസസ്സിനെ വേണമെങ്കിലും ഇത് അഫക്ട് ചെയ്യാം. ഒന്നുകിൽ എൻകോഡിങ്ങിനെ അഫക്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോറേജ് പ്രോസസ്സിനെ അഫക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ റിട്രീവൽ പ്രോസസ്സിനെ അഫക്ട് ചെയ്യാം. അങ്ങനെ ആണെങ്കിൽ എന്തായി? ഇതൊരു മെമ്മറി ഡിസോർഡർ ആയി. സോ ദിസ് ഇസ് ബിക്കോസ് ഓഫ് വാട്ട്? ബ്രെയിൻ ഇഞ്ചുറീസ്, അല്ലെങ്കിൽ സ്ട്രോക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസസ്. ഇത് കാരണം വരുന്ന മെമ്മറി ഡിസോർഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂറോജനിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? സൈക്കോജനിക് ഡിസോർഡേഴ്സ്. സൈക്കോജനിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? They are characterized by memory problems that arise from psychological factors such as trauma, stress or emotional disturbances. അതായത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മറന്നു പോകുന്നത്, മെമ്മറി മറന്നു പോകുന്നത്, സ്ട്രെസ് ഭയങ്കര കൂടുതലാണ്, അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്, ഈ ഒരു കാരണങ്ങൾ കൊണ്ടുവരുന്ന മെമ്മറി ഡിസോർഡേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്കോജനിക് disorders എന്ന് പറയുന്നത്. So patients may experience selective amnesia or disassociative disorders that affect their ability to recall personal experience. Selective amnesia എന്ന് പറയുന്നത് എന്താണ്? ചില കാര്യങ്ങൾ നമ്മൾ അങ്ങ് മറന്നു പോവുകയാണ്. ഓക്കെ, അത് സ്ട്രെസ് കാരണമാവാം, അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റർബൻസസ് കാരണമാവാം. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്കോജനിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? ഫോർഗെറ്റിംഗ് പഠിച്ചു അല്ലേ? ഫോർഗെറ്റിംഗ് പഠിച്ചു, ഫോർഗെറ്റിംഗ് എന്താണെന്ന് പഠിച്ചു, ഫോർഗെറ്റിംഗ് കർവ് പഠിച്ചു, അത് കഴിഞ്ഞോ തിയറീസ് ഓഫ് ഫോർഗെറ്റിംഗ് പഠിച്ചു, സ്ട്രാറ്റജീസ് ടു റെഡ്യൂസ് ഫോർഗെറ്റിംഗ് പഠിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയതാണ്
memory disorders.